ജനാധിപത്യത്തിന്റെ നാശം ഏതാണ്ട് പൂർണ്ണമാകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ സ്വപ്നവുമായിരുന്ന ജനാധിപത്യത്തെ ഏതാണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അത് കേന്ദ്ര ഭരണത്തിലായാലും സംസ്ഥാനങ്ങളുടെ ഭരണത്തിലായാലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജനങ്ങളുടെ ശബ്ദം ഏറ്റവും കൂടുതൽ പ്രീണനം ഒന്നും ഇല്ലാതെ കണ്ട് ഉയർന്നു വരേണ്ട ഒരു സമയം ആണ്. അപ്പോൾ എഴുത്തുകാരായാലും പിന്നെ സാംസ്കാരിക പ്രവർത്തകരായാലും അതുപോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്ന എല്ലാവരും തന്നെ അവരുടെ ശബ്ദം കേൾപ്പിക്കണം. ജനാധിപത്യത്തിൽ അവരുടെ ശബ്ദം നമ്മൾ ഇതുവരെ കേട്ടിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വിധേയരാണ്. അങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ നാശത്തിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ നടന്നെടുത്തത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഈ തുടർ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണ്. തുടർ ഭരണം മാറണം, അത് നല്ലതാണ്. കാരണം പിന്നെ തുടർച്ചയായിട്ട് പിന്നെ ഒരേ താളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അതൃപ്തികരമാവുമ്പോൾ അതിനൊരു മാറ്റം വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ മാറി മാറി കുത്തുക എന്ന് പറയുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാര്യത്തിൽ മാത്രമാണ് തുടർച്ചയായിട്ടത് അങ്ങനെയാണ് പോയത്. അപ്പോൾ മാറി മാറി കുത്തല് ഒരു തരത്തില് രാഷ്ട്രീയം എന്നതിനെ പറയാൻ പറ്റില്ല. ജനങ്ങൾ ഒരു ഒരു രക്ഷ തേടുന്നു എന്നുള്ളത് മാത്രമേ അതിനർത്ഥമുള്ളൂ. വളരെ മാറുന്നത് ജീർണിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ തൊഴിലാളി വർഗ സർവാധിപത്യം അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വിമോചനം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞു വരികയും രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച് അവർ ഭരണാധികാരത്തിലേക്ക് വരുമ്പോൾ അവരുടെ പാർട്ടി ഏകാധിപത്യ പ്രവണത പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നത്. ഏകാധിപത്യത്തിലേക്ക് അത് പോകുന്നത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ മൊത്തം സംഭവിച്ചതും അതാണ്. ഇടതുപക്ഷങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള അപജയം എന്ന് പറയുന്നത് ഭരണാധികാരത്തിലേക്ക് വരുമ്പോൾ അധികാരവും അവരുടെ പ്രത്യയശാസ്ത്രവും തമ്മിൽ വലിയൊരു വൈരുദ്ധ്യം ഉടലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിലും കടന്ന് പിന്നെ ഏകാധിപത്യ പ്രവണത വളരെയധികം രൂക്ഷമായ ഒരു കാലഘട്ടമാണ് കടന്നുപോയത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാറുന്നത് നല്ലതാണ്, അത് അവർക്കും നല്ലതാണ്. മാറി നിന്ന് ചിന്തിക്കാനും തിരുത്താനും ഒക്കെയുള്ള ഒരു അവസരം എന്ന രീതിയിലും ഈ ഇലക്ഷനെ അവർ കാണേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.